നവംബർ 4 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ ഡെയിലി ഡിസിപ്ലിൻ എന്ന തലക്കെട്ടോടു കൂടിയാണ്. 11ാമത്തെ പടിയുടെ ലേഖനം ഇന്നലത്തെ ഡെയിലി റിഫ്ലക്ഷൻ്റെ തുടർച്ച തന്നെയാണ്. ആത്മപരിശോധനയും ധ്യാനവും പ്രാർത്ഥനയും എല്ലാം യുക്തിപരമായിട്ട് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ ബന്ധപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ എന്താണ് പ്രാർത്ഥന? ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രാർത്ഥനകളെല്ലാം തന്നെ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകേണ്ട പ്രയോജനക്ഷമത നഷ്ടപ്പെടാതെ എങ്ങനെ നിൽക്കാം എന്ന് പറയുമ്പോൾ, നമ്മുടെ സ്വഭാവത്തിലെ വളരെ മോശമായിട്ടുള്ള നമുക്കും മറ്റുള്ളവർക്കും ഉപദ്രവകരമാകുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളെ നമ്മൾ പ്രോഗ്രാമിലൂടെ പോകുമ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ പല സംഭവങ്ങളും നമുക്ക് ദൈനംദിന ജീവിതത്തിൽ തന്നെ ഒട്ടും ആവശ്യമില്ലാത്ത പല സ്വഭാവങ്ങളും നമ്മുടെ ഒപ്പം ഉണ്ട്. ചിലത് നമുക്ക് മാത്രം ദോഷകരമായിട്ട് വരുന്നതാണ്. നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ജീവിതത്തെ താറുമാറാക്കുന്ന കുഴപ്പങ്ങളുണ്ട്. ഈ കുഴപ്പങ്ങൾ നമുക്കുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുമ്പോൾ ആ കുഴപ്പങ്ങളെ അതിജീവിക്കാനായിട്ട് ഈ രണ്ടാമത്തെ പടിയൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറാകുമ്പോൾ അവിടെയാണ് ഈ ധ്യാനം എന്ന് പറയുന്ന അവസ്ഥ നടക്കുന്നത്. ധ്യാനം എന്ന് പറയുന്നത് കേവലം മതപരമായിട്ടുള്ള ഒരു കാര്യവുമായിട്ടല്ല ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്. അത് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ട് എതിർക്കുന്നില്ലെങ്കിൽ പോലും എയുടെ ധ്യാനം എന്ന് പറയുന്നത് അങ്ങനെ കൂട്ടമായിട്ട് കുറേ ആളുകൾ ചേർന്ന് ചെയ്യുന്ന പ്രവർത്തികളെ കുറിച്ചൊന്നുമല്ല, മറിച്ച് ഞാനെന്ന മദ്യാസക്തൻ എൻ്റെ സ്വഭാവത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾ, എനിക്കും മറ്റുള്ളവർക്കും ഉപദ്രവകരമാകുന്നത് എന്താണോ, ഇന്ന് ജീവിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്നത് എന്താണോ, ആ കുഴപ്പങ്ങളെ കൊണ്ട് എനിക്ക് എന്തൊക്കെ കുഴപ്പങ്ങളാണോ ഉണ്ടാവുക, അതിനെ തിരിച്ചറിഞ്ഞ് അത് വരാതിരിക്കാനായിട്ട് ഞാൻ എന്നോട് തന്നെ ആവശ്യപ്പെടുന്ന പരിപാടികളാണ്. അപ്പം അതെന്നോട് ആവശ്യപ്പെട്ടാൽ മാത്രം പോരാ, അതിന് ഏടെ പരിഹാര മാർഗം ഒന്നാമത്തെ പടിയുടെ ഭാഗത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ ആത്മപരിശോധന, അഭിമാനബോധം സന്തുലിതമാക്കുവാൻ, മറ്റൊരാളുമായിട്ട് ഏറ്റുപറച്ചിൽ, ഇതെല്ലാം നടത്തിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അവിചാരിതമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എനിക്കവിടെ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാൻ പറ്റും. ആ പ്രശ്നങ്ങൾ പെട്ടെന്ന് മാറുകയല്ല, പുതിയൊരു ജീവിത രീതിയിലേക്ക് വരുമ്പോൾ 11ാമത്തെ പടിയിലൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് വരുന്ന സമയങ്ങളിൽ എനിക്കറിയാം ഇന്നത്തെ ദിവസം ഉണ്ടാകാൻ പോകുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് എങ്ങനെയാണ് എൻ്റെ ഹിതം നടക്കണമെന്ന സംഭവം മാറ്റാനായിട്ട് പറ്റുക. ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും പാനിക്കായി പോകുന്ന ഞാൻ അതിന് പകരം പാനിക്കാവാതെ എങ്ങനെ നിൽക്കണം, അതിലേക്ക് എന്നെ മാറ്റണം എന്നാണ് ഇവിടുത്തെ പ്രാർത്ഥന. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം എനിക്കത് ഓർമ്മ വരും ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ. അതേപോലെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരോട്, എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ദേഷ്യം ഉണ്ടാവരുത് നമുക്ക് പറയാൻ പറ്റില്ല, ദേഷ്യം ഉണ്ടാവാനുള്ള നിരവധി സാഹചര്യങ്ങൾ നമ്മൾ കടന്നു പോകും. അങ്ങനെ ദേഷ്യം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഈ സംഭവങ്ങളിലൂടെ നമ്മൾ രാവിലെ കടന്നു പോയിട്ട് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വന്നാൽ പോലും നമുക്ക് ഓർമ്മയുണ്ടാവും ഈ ദേഷ്യപ്പെടുന്നത് തെറ്റാണ്, ഇതെന്തോ നമ്മുടെ കുഴപ്പം കൊണ്ടാണ് ദേഷ്യം വരുന്നത്. നമ്മൾ തൽക്കാലം ഈ ഒരു രംഗം മാറ്റിയിട്ട് നമ്മൾ ശാന്തമാകേണ്ടതുണ്ട്. ദേഷ്യം നമുക്ക് ഗുണമൊന്നും വരുത്തില്ല എന്ന ബോധ്യം ഉണ്ടാക്കുന്നു. അതേപോലെ നമ്മൾ മറ്റുള്ള ആളുകൾ നമ്മളോട് തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റുകൾ പൊറുക്കാൻ നമ്മൾ എങ്ങനെ മാറ്റമുണ്ടാകുന്നു എന്നുള്ളതാണ്. നമുക്ക് യോജിപ്പില്ലാത്ത പല കാര്യങ്ങളും സമൂഹത്തിലും വീട്ടിലും എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാവും. അതിനെ സ്വീകരിക്കാൻ ഞാൻ എങ്ങനെ മാറുന്നു എന്നാണ്. അല്ലാണ്ട് എൻ്റെ ഭാര്യയെയോ എൻ്റെ മക്കളെയോ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് മാറ്റിയിട്ടല്ല, അല്ലെങ്കിൽ എൻ്റെ ജോലിക്കാരെയോ. എല്ലാം നമ്മൾ വിചാരിച്ച പോലെയൊന്നും കിട്ടില്ല. നമുക്ക് ജോലിക്കാർ കിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ മുതലാളി നമ്മൾ വിചാരിച്ച പോലെ ആവില്ല. പക്ഷെ അവിടങ്ങളിലൊക്കെ ഞാനെന്ന മദ്യാസക്തൻ എങ്ങനെ മാറുന്നു? കാരണം എനിക്കിതൊക്കെ അറിയാലോ, ഇവരിങ്ങനെയാണ്. അപ്പം അവരെ മാറ്റാനല്ല, ഏറ്റവും എളുപ്പം എന്താണ്, ഞാൻ എന്നെ മാറ്റാനാണ്. അതിനാണ് ഇവിടെ ധ്യാനത്തിലൂടെ ഞാൻ എന്നെ തന്നെ വിലയിരുത്തിക്കൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ തുടങ്ങാൻ പോവുകയാണ്. ഇന്നത്തെ ദിവസം തുടങ്ങുമ്പോൾ എനിക്കറിയാലോ എന്നെക്കുറിച്ച്. അതുകൊണ്ടാണ് ആത്മപരിശോധനയും ധ്യാനത്തെയും പ്രാർത്ഥനകളെയും ഒക്കെ യുക്തിപരതയുമായിട്ട് ഇന്നത്തെ ദിവസവുമായി ബന്ധപ്പെടുത്തി ജീവിക്കാൻ ആരംഭിക്കുക. അതൊക്കെ 11ാമത്തെ പടിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മളോട് തന്നെയുള്ള പ്രാർത്ഥനകളായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് വന്ന ആളുകൾക്ക് ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും അവർക്ക് ആ ബോധ്യം കടന്നു വരും. അല്ലെങ്കിൽ ആ ദേഷ്യമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യം നമ്മുടെ രാവിലെ ഈ രീതിയിലാണ് പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അവിടെ എങ്ങനെയാണ് നമ്മൾ
ഐക്യത്തിൻ്റെ വാഹകനായിട്ട് കുടുംബത്തിൽ നിൽക്കേണ്ടത്. ഐക്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ വരണം. അവിടെ നമുക്ക് വലിയ വേദനകളില്ലാതെ തന്നെ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ, നമ്മുടെ ഈഗോനെ മാറ്റി നിർത്താനൊക്കെ നമ്മുടെ പ്രോഗ്രാം സഹായിക്കും എന്നുള്ളതാണ്. നമ്മുടെ നിരാശകളിൽ ആ പ്രകാശം പരക്കുക എന്ന് പറയുന്ന പ്രാർത്ഥനയൊക്കെ ഉണ്ടാകുന്ന പോലെ പ്രകാശത്തെ പതുക്കെ കൊണ്ടുവരാനായിട്ട് നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ശക്തിയായിട്ട് മാറുകയാണ്. അപ്പോഴാണ് ധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലങ്ങൾ നമുക്ക് ഉണ്ടാവുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ നമുക്ക് പ്രശ്നങ്ങളൊന്നും മാറ്റാനായിട്ട് പറ്റില്ല. ആ പ്രശ്നങ്ങളിൽ നമ്മൾ എങ്ങനെ നിൽക്കുന്നു എന്നാണ്. ആ പ്രശ്നത്തിൽ നമ്മൾ തകർന്നു പോയി കഴിഞ്ഞാൽ ആ ദിവസത്തിൻ്റെ ബാക്കി ഭാഗവും നമുക്ക് കുഴപ്പമുണ്ടാവും. ഒരാളുമായിട്ട് നമുക്ക് ദേഷ്യപ്പെടേണ്ടി വന്നാൽ അയാളുമായിട്ട് നമ്മൾ ഈ വർത്താനം പറയേണ്ടി വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന കാര്യമാണ്. ഈ തർക്കങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ആ ദിവസമൊക്കെ നശിച്ചു പോകും. നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയുമല്ലുള്ള ഒരു ദേഷ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതിനെയൊക്കെ സ്വീകരിക്കാൻ നമ്മളെ വിലയിരുത്തിക്കൊണ്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, നമ്മളെ മനസ്സിലാക്കിയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ അറിയാൻ പറ്റും. നമ്മൾ വേറുള്ളവർ ഈ രീതിയിലാകണമെന്നല്ല, നമ്മളെങ്ങനെ അവരെ സ്വീകരിക്കാൻ പ്രാപ്തമാകുന്നു, നമ്മളെങ്ങനെ മാറ്റമുണ്ടാകുന്നു എന്നുള്ളതാണ്. മൊത്തമായിട്ടുള്ള ദുഃഖം മാറാനായിട്ട് എനിക്ക് പറ്റില്ല. പക്ഷെ ആ ദുഃഖത്തിൻ്റെ സംഭവങ്ങളുടെ ഇടയിലും എൻ്റെ സന്തോഷത്തെ ഞാൻ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ബാക്കിയുള്ള സമയങ്ങളിൽ ആ ദുഃഖം ഉണ്ടാകുന്ന സംഭവം അവിടെ നിൽപ്പുണ്ട്, അതിൽ ദുഃഖിച്ചിരുന്നത് കൊണ്ട് ബാക്കി എൻ്റെ വരാനുള്ള സംഭവങ്ങളെയോ അല്ലെങ്കിൽ ആ ദുഃഖത്തെ പോലും മറികടക്കണം എന്നുണ്ടെങ്കിൽ എന്താവണം, അതിൽ നിന്ന് പുറത്തേക്ക് വരണം. അതിനാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രാർത്ഥനയും ധ്യാനത്തെയും ഈ ആത്മപരിശോധന നടത്തിയിട്ട് അതിനെ ഞാൻ എന്നെ തന്നെ കൃത്യമായി മനസ്സിലാക്കുകയും ആ പ്രശ്നങ്ങൾ എൻ്റെ ഇന്നത്തെ ദിവസത്തെ മാറ്റാതെ, അവിടെയാണ് ദൈനംദിന ഒരു അച്ചടക്കം നമുക്കുണ്ടാവുകയാണ്. ദിവസേനയുള്ള ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ദൈനംദിന ശാന്തിയാണെന്നൊക്കെ പറയുന്ന ഭാഗം ഇതാണ്. നമുക്ക് അവിടെ മറ്റുള്ള ആളുകൾ നമ്മളെ മനസ്സിലാക്കണമെന്നതിന് പകരം മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ എങ്ങനെ മാറും. എല്ലാവരും നമ്മളെ ആശ്വസിപ്പിക്കുകയല്ല, മറിച്ച് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക, മറ്റുള്ളവരെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ. അപ്പോഴാണ് നമുക്ക് എതിർത്ത് നിൽക്കുന്ന ആളുകളുമായിട്ടൊക്കെ എങ്ങനെ ഇടപെടണമെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളോ ആളുകളോ ഏതൊക്കെ രീതിയിൽ പെരുമാറിയാലും ഇന്നത്തെ ദിവസത്തെ എങ്ങനെ നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാം, ഇന്നത് അവിടെയാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ നമുക്ക് കൂടുതൽ പ്രശ്നമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഭാഗങ്ങളിൽ നമ്മൾ മാറി നടക്കും. നമ്മൾ പറയില്ലേ, ചില ആളുകളുണ്ട്, നമുക്കെല്ലാം നമ്മൾ സഹിഷ്ണുതയും സ്നേഹവുമാണ്, നമ്മളത് ഉണ്ടാവണം, പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും നമുക്കത് പറ്റിക്കൊള്ളുന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് സ്നേഹവും സഹിഷ്ണുതയും കാണിക്കാത്ത ആ ഭാഗങ്ങളിൽ നിന്നും നമ്മൾ മാറി നടക്കും. അത് നമ്മുടെ കുഴപ്പമായിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം ഈ ധ്യാനത്തിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവിടെയാണ് ധ്യാനം എന്നത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു മാർഗമായിട്ട് വരുന്നു. ദൈനംദിന ജീവിതത്തിൽ അച്ചടക്കം പാലിക്കാൻ, ഞാനെന്ന മദ്യാസക്തനെ ഇന്നിൽ മനോഹരമായി ജീവിക്കാൻ പ്രാപ്തമാക്കുന്ന ഒന്നാണെന്നും അത് ദൈനംദിന ജീവിതത്തിൽ നിന്നുള്ള എല്ലാ ദിവസവും എന്നിലൂടെ കടന്നു പോകേണ്ട ചിന്തകളാണ്. ബിഗ് ബുക്കിലൊക്കെ പറയുന്ന ആ പ്രാർത്ഥനകൾ 83, 84 പേജിലെ പ്രാർത്ഥനകളൊക്കെ നിത്യജീവിതത്തിലെ പ്രാക്ടീസായി വരേണ്ടതുണ്ട് എന്നുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. നമുക്ക് ഒരുമിച്ചുകൊണ്ടേ പറയുന്ന തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.